Hello everyone, we question number 25 like move here. Very question. Two cars P and Q are moving on a road in the same direction. Acceleration of car P increases linearly with time, whereas car Q moves with constant acceleration. Both cars cross each other at a time t is equal to 0. For the first time, the maximum possible number of crossings including the crossing time. അതായത് മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ക്രോസിംഗ് ആണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു കാറിൻ്റെ ആക്സിലറേഷൻ പിയുടെ ആക്സിലറേഷൻ സ്ലൈഡിൽ ആക്സിലറേഷൻ ഓഫ് പി എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്. ആക്സിലറേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നോ ആക്സിലറേഷൻ ഓഫ് പി ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം ആവുന്ന സമയത്ത് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിറ്റി. സോ ദർ ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വി ക്യാൻ റൈറ്റ് കെ ടി. ആക്സിലറേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എ തന്നെയാണ്. രണ്ടിനും ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടാൻ ഡി വി ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ടി ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഡി വി ഡിവൈഡ് ബൈ ഡി ടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എ ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ഡി വി ഈസ് ഈക്വൽ ടു എ ഡി ടി ആയിരിക്കും. എ ഡി ടി ആയിരിക്കും. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഡി വി ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു ഡി ടി ആയിരിക്കും. സോ രണ്ട് സൈഡ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്ന് കൊടുക്കാം. ഇവിടെ യു വൺ എന്ന് കൊടുക്കാം. ഇവിടെ യു ടു ഈസ് ഈക്വൽ ടു വി ടു എന്ന് വി എന്ന് കൊടുക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് വി ഈസ് ഈക്വൽ ടു യു വൺ പ്ലസ് കെ ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടു വരും. ഇവിടെ നിങ്ങൾക്ക് എ ടി എന്ന് വരും. ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഫോർമാറ്റ് കിട്ടും. അതുപോലെ വെലോസിറ്റിയെ പിന്നെ നിങ്ങൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ഇവിടെ എക്സ് വൺ എന്ന് ചെയ്യുന്ന സമയത്ത് പിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യു വൺ ടി, അതിനൊന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വൺ ടി പ്ലസ് കെ ടി ക്യൂബ് ബൈ 6 വരും. ക്യൂയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ടു ഈസ് ഈക്വൽ ടു യു ടു ടി, ഇത് യു ടു എന്ന് കൊടുക്കാം കേട്ടോ, യു ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. കാരണം രണ്ടിൻ്റെയും പൊസിഷൻസ് ഈക്വൽ ആവുക അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും പൊസിഷൻസ് സെയിം ആവണ്ടല്ലേ. രണ്ടിൻ്റെയും പൊസിഷൻ സെയിം ആവുക എന്ന് പറയുമ്പോൾ എക്സ് വണ്ണും എക്സ് ടും ഈക്വൽ ആവണം. സോ ഇവിടെ നിങ്ങൾ ഈ രണ്ട് റിലേഷൻസ് യു വൺ ടി പ്ലസ് കെ ടി ക്യൂബ് ബൈ 6 ക്യാൻ ബി ഇക്വേറ്റഡ് ടു യു ടു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2 എന്ന് വരുമ്പോൾ ഇതിനെ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബ് ഫംഗ്ഷൻ ഉണ്ടാവില്ലേ, കെ ടി ക്യൂബ് ബൈ 6 മൈനസ് എ ടി സ്ക്വയർ ബൈ 2 മൈനസ് യു വൺ മൈനസ് അല്ല പ്ലസ് യു വൺ മൈനസ് യു ടു ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റ് വരും. അതായത് ഒരു ക്യൂബ് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു ക്യൂബ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്താ? അതിന് 3 വാല്യൂസ് ഉണ്ടെന്നല്ലേ, 3 ആൻസേഴ്സ് ഉണ്ടെന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിന് ടി നിങ്ങൾ കോമൺ ആക്കി എടുത്താൽ നിങ്ങൾക്ക് കെ ടി സ്ക്വയർ ബൈ 6 മൈനസ് എ ടി ഡിവൈഡ് ബൈ 2 പ്ലസ് യു വൺ മൈനസ് യു ടു ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ടിക്ക് 0 വരാം, ടിക്ക് 0 ഇൻക്ലൂഡിങ് 0 ആണ്, ടിക്ക് 0 വരാം. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് 2 സൊല്യൂഷൻസ് ഉണ്ടാവുക. സോ ഓൾറെഡി ഒരു സൊല്യൂഷൻ 1 ടിക്ക് 0 വരുന്നത്, ബാക്കി ടിക്ക് 2 വാല്യൂസ് വരാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമായിരിക്കും എന്നുള്ള ലോജിക്കാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതൊരു നല്ലൊരു ചോദ്യം കേട്ടോ. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആയിരിക്കും. സോ നമ്മൾ ഒന്ന് ലീനിയർലി ആക്സിലറേറ്റ് ചെയ്യുന്നു, ഒന്ന് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. സോ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും, മറ്റേതിന് വെലോസിറ്റി ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിരിക്കും, സിംഗിൾ വാല്യൂ ആയിരിക്കും. പിന്നെ അതിനെ നമ്മൾ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ക്യൂബ് ആവും, ഒന്ന് സ്ക്വയറിൻ്റെ ടൈമിൽ വരും. അപ്പോൾ ക്യൂബ് ആവുന്ന സമയത്ത് അതിന് 3 വാല്യൂസ് ഉണ്ട് എന്നുള്ള ലോജിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.